ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്ക യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോയുടെ ഒരു സൈഡിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇൻട്രോ, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുന്ന ഒരു ഇൻട്രോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് കൂടാതെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ഇൻട്രോ നമുക്ക് നമ്മുടെ മൊബൈലിൽ വെച്ച് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ വെച്ച് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു നല്ലൊരു രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഇത് സഹായകമാകും. ഇനി വീഡിയോ തുടർന്ന് കാണുക, അവസാനം വരെ കാണുക. ഞാൻ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് ഒരു സ്ക്രീൻ റെക്കോർഡറാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്ക്രീൻ റെക്കോർഡർ പ്ലേ സ്റ്റോറിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് കൈൻ മാസ്റ്റർ എന്ന ഒരു വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൈൻ മാസ്റ്റർ തന്നെയാണ് മൊബൈലിൽ. അപ്പോൾ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. തുടർന്ന് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡർ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് മറ്റൊരു ഐഡിയിൽ നിന്നും ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഐഡിയിലാണെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് തന്നെ മറ്റൊരു ഐഡി ഉണ്ടെങ്കിൽ, ഗൂഗിൾ ഐഡി ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ യൂട്യൂബ് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഐഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് കാണാം. കാരണം ഞാൻ ഈ ഐഡി വെച്ചുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഐഡി ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ആ ഐഡിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ അതിന്റെ സൈറ്റ്, അതിന്റെ ചാനൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചാനൽ. ഈ ചാനൽ ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ റെക്കോർഡ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ്. സബ്സ്ക്രൈബ് എന്ന് വന്നു. ഉടനെ തന്നെ ബെൽ ഐക്കൺ ഇവിടെ വന്നു. ഞാൻ എനേബിൾ ചെയ്തു. ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തു. ഇത്ര വരെ സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എഡിറ്ററിലൂടെ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ക്രിയേറ്റ് ന്യൂ എന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ഈ ഭാഗം സെലക്ട് ചെയ്യാം. തുടർന്ന് ഇവിടെ മീഡിയ എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കാം. ഞാനിപ്പം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലുതായി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. തുടർന്ന് ഇവിടെ ലെയർ എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഇവിടെ മീഡിയ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ആ ഒരു റെക്കോർഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആദ്യം നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എവിടെ മുതൽ എവിടെ വരെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ബെൽ ഐക്കണും മാത്രമാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പൊ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇത് എവിടുന്ന് മുതലാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പം അവിടെ വരെ നിങ്ങൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഫസ്റ്റ് കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറച്ചുകൂടി ഇങ്ങോട്ടാണ്. അത് കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് സ്പീഡാക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ സബ്സ്ക്രൈബ് ആവുന്നുണ്ട്. ഇപ്പം ബെൽ ഐക്കൺ കാണുന്നുണ്ട്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ വരെ നിർത്തിയിട്ട് വീണ്ടും വലതുവശത്തുള്ള ഭാഗം കട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് കുറച്ച് വലുതായി കൊടുക്കുക. തുടർന്ന് ഇവിടെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യുന്ന ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്യാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ ഒരു ഐഡിയ കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ പേര് അവിടെ ഉണ്ട്, അതുവരെ ഞാനിപ്പോൾ കട്ട് ചെയ്യാം. ഓക്കെ, തുടർന്ന് ഓക്കെ കൊടുക്കണം. ഇതിപ്പം എൻ്റെ ഇൻട്രോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതൊന്ന് വലുതായി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്ര വരെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്. ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടും അതേപോലെ കട്ട് ചെയ്തിട്ട് അതിന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോ ഇൻട്രോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ ഒരു കൈ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണമല്ലോ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ലെയർ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് എന്ന് കാണാം, അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇമോജി ഒക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയുടെ ഒരു പ്രസ് ചെയ്യുന്ന ഒരു ഐക്കൺ കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നിങ്ങളത് വലുതാക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്തേക്ക് ഇത് വരണം. അതിനായി നിങ്ങൾക്ക് അത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇൻ ആനിമേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സ്ലൈഡ് അപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇപ്പൊ അത് ശരിക്കും മുകളിലേക്ക് വരുന്ന രൂപത്തിൽ അതിന്റെ ടൈമിംഗ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാം. എങ്ങനെ പതുക്കെ വരണോ എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്ത് തന്നെ ഇത് കൊണ്ടുവരണമല്ലോ. അതിനായി നിങ്ങൾ കുറച്ചുകൂടി അതിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അതിപ്പോ കുറച്ചുകൂടി മേലെ എത്തേണ്ട ആയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാം, അതിന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. തുടർന്ന് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അതിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഇത് താഴോട്ടേക്ക് വരണം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഔട്ട് ആനിമേഷൻ, അതായത് നമ്മൾ ഇപ്പം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ വന്നിട്ടുണ്ട്. അതുവരെ വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ കട്ട് ചെയ്യുക. അപ്പൊ അത്രയും നമുക്ക് വേണ്ടു. അവിടെ നമ്മൾ ഔട്ട് ആനിമേഷൻ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട്. അതിന് ഔട്ട് ആനിമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്ലൈഡ് ഡൗൺ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്, അത് താഴോട്ടേക്ക് പോയി. ഇനി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി വീണ്ടും നിങ്ങൾ ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമോജി ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ അതേ ഐക്കൺ നിങ്ങൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം അത് ഒന്ന് വലുതാക്കി കൊണ്ടുവരാം. നിങ്ങൾക്ക് ബെൽ ഇവിടെ പ്രസ് ചെയ്യുന്ന ആ രൂപത്തിൽ. തുടർന്ന് ഇൻ ആനിമേഷൻ അതേപോലെ തന്നെ സ്ലൈഡ് അപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിന്റെ ടൈമും നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
തുടർന്ന് ആ ബെൽ എനബിൾ ആകുന്നത് എവിടെ നിന്നാണെന്നും നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അതിന് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ആ എനബിൾ ചെയ്യുന്നിടത്ത് അത് വന്നിട്ടുണ്ട്. പക്ഷേ കൈ കുറച്ചുകൂടി മേലെ എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ എനബിൾ ചെയ്ത ഉടനെ നമുക്കത് കൈ തിരിച്ച് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ബാക്ക് വന്നതിന് ശേഷം ഔട്ട് ആനിമേഷൻ എന്ന ഭാഗത്ത് സ്ലൈഡ് ഡൗൺ സെലക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രസ് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുന്നിടത്തും ഇതുപോലെ നമുക്ക് അതേ ലെയർ സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇമോജി പ്രസ് ചെയ്ത് പിടിക്കുക. അതേ കൈ ഐക്കൺ നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക. തുടർന്ന് അത് കുറച്ചുകൂടി വലുതാക്കുക. എന്നിട്ട് ഓൾ എന്ന ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക. തുടർന്ന് ഇവിടെയും ഇൻ ആനിമേഷൻ നിങ്ങൾ സ്ലൈഡ് അപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ടൈമിംഗ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓൾ എന്ന ഭാഗം വന്നിട്ടുണ്ട്. നമുക്കത് കൈ കുറച്ചുകൂടി മേലെ വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ടൈം എടുത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്ന് അവിടെ നമുക്ക് ഏകദേശം അത് ക്ലിക്ക് ചെയ്യുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കുക. അതിനുശേഷം ഔട്ട് ആനിമേഷൻ എന്നിടത്ത് സ്ലൈഡ് ഡൗൺ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മൊത്തത്തിൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുവരാൻ പറ്റും? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രീൻ എന്നത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ അവസാനം വരെ കാണുക, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പം ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇൻട്രോന്റെ വലിപ്പം നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് എക്സ്പോർട്ട് ആകും. കാരണം ചെറിയ വീഡിയോ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രൂപത്തിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇൻട്രോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വീഡിയോയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കൂടി പരിചയപ്പെടാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇവിടെ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം മീഡിയ സെലക്ട് ചെയ്യാം. ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് ഇൻട്രോ വേണ്ടത് ആ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഈ ഇൻട്രോ വേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ഇവിടെ ലെയർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്യാം. തുടർന്ന് കൈൻ മാസ്റ്റർ എക്സ്പോർട്ട് എന്ന ഒരു ഫോൾഡറിൽ തന്നെ ഈ വീഡിയോ ഉണ്ട്, നമ്മൾ ചെയ്ത ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ നമ്മൾ സെലക്ട് ചെയ്യാം. തുടർന്ന് ഓപ്ഷൻസിൽ പോയിട്ട് ക്രോമ കീ എന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അതേ ഇൻട്രോ. ഇത് അത്ര ക്ലിയർ ആയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് വലുതും ചെറുതും ഒക്കെ നിങ്ങൾക്കാക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം, എങ്ങനെ വേണേൽ ചെയ്യാം. ഇതിപ്പം നിങ്ങളുടെ ചാനലിൻ്റെ തന്നെ നിങ്ങളെ തന്നെ ക്രിയേറ്റ് ചെയ്ത
ഇൻട്രോ. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്കിത് കൊണ്ടുവെക്കാനും വീഡിയോയിൽ ആഡ് ചെയ്ത് കാണുമ്പോൾ ആൾക്കാർക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി കാണും. ഓക്കെ, ഈ അറിവ് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ.